ഒരു തന്ത്രപരമായ സമീപനമായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ ലക്ഷ്യമില്ല അതല്ല, ഈ തീരുമാനം നടക്കാതെ പോയത് വേറെ ആരുടെയോ ഇടപെടൽ കൊണ്ടാണ്. സുകുമാരൻ നായർ വളരെ ക്ലീനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ സുകുമാരൻ നായർക്ക് നല്ല വിശ്വാസമുണ്ട്, വേറെ ആരും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. എൻ്റെ അനുഭവം ഞാൻ ഡയറക്റ്റ് ബോഡി യോഗത്തിൽ പറഞ്ഞു. ഡയറക്റ്റ് ബോഡി യോഗം എൻ്റെ അഭിപ്രായം ത്തോടുകൂടി യുനാനിമസായിട്ട് ഈ ഐക്യം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഇടപെടൽ ഉണ്ടെന്നാണല്ലോ അദ്ദേഹം സംശയിക്കുന്നത്. ആരോ ആണ്, അതുകൊണ്ടാണ് സുകുമാരൻ നായർ ഇങ്ങനെ എങ്ങനെ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഇടപെടലില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ തർക്കം വരുന്നില്ല. ഈ എല്ലാ കാര്യങ്ങളും താങ്കളുമായിട്ട് ആദ്യം വെള്ളാപ്പള്ളി തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയില്ല. ഒരു സഹോദര സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങേയറ്റം തരം താണ രീതിയിലും മറ്റും മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ കേട്ടുപറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഇത്രയും പ്രായമുള്ള ഒരാൾ, ഇപ്പം വലിയ മഹാസംഘടനയുടെ തലപ്പത്തുള്ള ആൾ, അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അത് പേപ്പറിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ, ഞാൻ അത് അനുകൂലിച്ച് സംസാരിച്ചു. അപ്പോൾ ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടത്. ആകാമെന്ന് പറഞ്ഞു. ഇത് വാക്കാലുള്ള കാര്യങ്ങളാണ്, അല്ലാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 21-ാം തീയതി ഞങ്ങൾ ഇവരുടെ നേതൃയോഗം കൂടുന്നുണ്ട്, ആ യോഗത്തിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാം, എന്നിട്ട് വന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഐക്യത്തിൻ്റേതായ ചർച്ച നടക്കാൻ പോകുന്നുള്ളൂ. അന്നേരമാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ വരും എന്ന് കണ്ട് സംസാരിക്കാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ ആട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയ കാര്യങ്ങൾ. തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിച്ചു. ഞാനവിടെ 2-3 ദിവസത്തേക്കകം വരാം എന്ന് പറഞ്ഞു. ഒന്നാമത് അത്രയും 3 ദിവസം മറ്റും ഇടേണ്ട കാര്യമില്ലായിരുന്നു അതിനകത്ത്. 2-3 ദിവസത്തേക്കകം വരാം എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും, പങ്കെടുക്കാൻ കഴിയും? താങ്കളൊരു പാർട്ടിയുടെ നേതാവല്ല, അതും കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാന ആളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പെട്ട ആൾ SNDP NSS ഐക്യവുമായിട്ട് ഐക്യം SNDP NSSുമായിട്ടുള്ള ഐക്യത്തെ പറ്റി സംസാരിക്കുന്നതിന് എങ്ങനെ ഒക്കും? അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് പൊളിറ്റിക്സ് ആകുമെന്ന്. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ 2-3 ദിവസം 3-4 ദിവസം ഇത് കഴിഞ്ഞ് തള്ളി ഇട്ടേ പിന്നെ ഇങ്ങോട്ട് ചർച്ച പോലും ചെയ്യാൻ വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നി ഇതിലെന്തോ ഇടപെടുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ
ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഇതൊന്നും NSSൻ്റെ ഡയറക്ടർ ബോർഡിനെയോ ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ NSSൻ്റെ ഡയറക്ടർ ബോർഡ് വിളിച്ചു. ഞാൻ നേരത്തെ പറയുന്നു, ഐക്യം പൂർണ്ണമാകണമെങ്കിൽ ഡയറക്ടർ ബോർഡ് വിളിച്ചു കൂട്ടി ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനപ്രകാരമേ ആവൂ എന്നും ഞാൻ അന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ ഡയറക്ടർ ബോർഡ് ഉടനെ വിളിച്ചു കൂട്ടി ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ തീരുമാനവും ഒരു പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ച് ഞാൻ ഇതിൽ ബോർഡിൽ വെച്ച് ഞാനിതെല്ലാം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ബോർഡാണ്, ഞാൻ ഉൾപ്പെടുന്ന ബോർഡാണ് അതിനെ അംഗീകരിച്ചെടുത്തത്. ആരും എതിർത്തിരുന്നില്ല. ഇവിടെ വന്ന ആ ഒരു ബോർഡ് മെമ്പർമാരും എതിർത്തുന്നില്ല. നമുക്ക് ആവശ്യമില്ല, അതവിടെ കൊണ്ട് അവസാനിച്ചത് നന്നായി. കാരണം നമുക്ക് എല്ലാ സമുദായവുമായി സൗഹാർദ്ദമായി പോകണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരകലത്തിൽ പോകണം. ആരോടും ഒരു വിധത്തിലുമുള്ള അകൽച്ച പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ NSSൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ ഏതായാലും അതിന് വിഘാതമായ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് NSS ഡയറക്ടർ ബോർഡിനും കൂടെ ബോധ്യമായതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ഏകമനസ്സോടുകൂടി ഒരാൾ പോലും എതിർക്കാതെ പാസ്സാക്കിയ പ്രമേയം ഞാൻ എൻ്റെ പേര് വെച്ച് പരസ്യം ചെയ്തതാണ്. ഈ ഐക്യ ചർച്ചകൾ നടക്കുകയും അതിനുള്ള പ്രാരംഭ ചർച്ചകളെ തീരുമാനങ്ങളിലേക്ക് പോവുകയും പിന്നാലെ ഈ പത്മഭൂഷൺ ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തത് അല്ലല്ല, അത് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് മകൻ BJP-ക്കാരൻ, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. 2-3 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞ് 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല. ഐക്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു. വന്നില്ലല്ലോ. ഇല്ല, അതിനുശേഷം വന്നിട്ടില്ല. അല്ല, അദ്ദേഹം ഈ കാര്യത്തിന് അവർ അച്ഛനോ മകനോ വന്നിട്ടില്ല. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട. കാരണം ഇതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പത്മഭൂഷൺ കൊടുത്തതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും അതൃപ്തിയൊന്നുമില്ല. അദ്ദേഹത്തിന് അർഹതപ്പെട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെ. അതിനകത്ത് ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല. അതിനുശേഷം ഇതുമായിട്ട് രാഷ്ട്രീയമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പം രാഷ്ട്രീയമായ ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് അതങ്ങനെ. അല്ല, ഞാനിപ്പോൾ അത് ചോദിക്കുമ്പോൾ ഞാൻ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? മകന് BJP ആണെന്ന് അറിയാം. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാണ്? പറയാനൊക്കുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ? സമീപകാലത്ത് ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തി നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനിടയ്ക്കാണ് പത്മഭൂഷണം വന്നത്. അപ്പം അവിടെ ഇവിടെ എല്ലാം കൈയുണ്ടെന്നുള്ളതാണോ സംശയം? ഇത് അങ്ങനെ ഒന്നും ഞാൻ പറയാം. അവിടെ എവിടെയും കയ്യൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് അദ്ദേഹം ഈ NSSൻ്റെ തീരുമാനത്തെ സംശയിക്കുന്നത് പോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ഇടപെടലുണ്ട്. ആരെയോ ഇടപെടലുണ്ട്. മകന് രാഷ്ട്രീയമുണ്ടല്ലോ. അതാണോ ഈ ഒരു
പിന്മാറ്റത്തിന് കാരണം? അല്ല, രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് വിട്ടതില്ല. മകനെ അദ്ദേഹത്തിനൊരു ലക്ഷ്യം കാണുമല്ലോ. ആ ലക്ഷ്യമുള്ള ഒരാളിനെയാണ് ഈ ചർച്ചയ്ക്ക് വിടുന്നത്, ഇങ്ങോട്ട് വിടുന്നത്. അതെങ്ങനെ ഒക്കൂ? അപ്പം ഞങ്ങൾ ബി ജെ പിയുമായിട്ട് ബന്ധമാണ്, അങ്ങനെയാണ്, ബാന്ധവമാണ്. ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് വരുത്താനും ഏതെങ്കിലും സമുദായത്തിന് ഞങ്ങൾ എതിരാണെന്നോ ഏതെങ്കിലും മതത്തിന് ഞങ്ങൾ എതിരാണെന്നോ വരുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇപ്പോഴും എല്ലാ സമുദായങ്ങളോടൊപ്പം SNDP-യോടും സൗഹാർദ്ദപരമായിട്ട് പോകാനാണ് താല്പര്യം. ഈ ഐക്യ നീക്കത്തിന് പിന്നിലെ BJP-യുടെ ഒരു കൈയുണ്ടോ? അതായത് SNDP-യെ കൊണ്ടുവന്നതിൽ ഞാനതല്ലേ പറഞ്ഞത്. അതായത് ഒരു BJP എന്നോ ഏതെങ്കിലും പാർട്ടി എന്നോ പറഞ്ഞില്ല. രാഷ്ട്രീയ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോഴും ഞാൻ സംശയിക്കുന്നു. NSS എപ്പോഴും ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കാറുണ്ട്, പ്രശ്നാധിഷ്ഠിതമായ വിമർശനം നടത്താറുണ്ട്. NSS സമദൂര നിലപാട് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ് ഈ പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ NSS-നെ ജനറൽ സെക്രട്ടറിയൊക്കെ പരിഗണിക്കാതെ കേന്ദ്ര NSS ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ അതിനെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയത്. കേട്ടോ, അതുകൊണ്ട് അതൊന്നും പറയണ്ട. എനിക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയേനെ. എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. ഗവൺമെൻറ്റിന് ഒന്നും വിഷമിക്കാതെ തന്നെ അവർ അത് നടത്തിയെടുത്തത്. പക്ഷെ ഞങ്ങളതിനൊന്നും വീഴുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ഐക്യ ചർച്ചകൾ വൈകിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചില്ല. ഐക്യ ചർച്ചകൾ വൈകുന്നു, ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. വെള്ളാപ്പള്ളി നേരിട്ടെത്തിയിരുന്നെങ്കിൽ മറിച്ചാവുമായിരുന്നു. അത് അന്നേരം അത് പറയാം. ഞാനിപ്പോൾ പറയുന്നത് ഈ വൈകാനുള്ള ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു പ്രധാന സംഭവം പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള ഒരു വരവായിരുന്നു. പ്രധാനമന്ത്രി വന്ന് പോകുന്നതിൻ്റെ ഒരു ഗ്യാപ്പാണ് ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ട് തോന്നുന്നു. എനിക്കതൊന്നും അറിയാൻ പറ്റില്ല. ഞാനതൊന്നും പറയാൻ ശക്തനല്ല. ഇതിലിപ്പോ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ വീണ്ടും ഒരു ഐക്യത്തിന്റെ വാതിൽ തുറന്നിടുന്നത് ഇല്ല, അത് അടഞ്ഞ അധ്യായം. അത് സൗഹാർദ്ദത്തിന് പോകാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഐക്യം എന്തിനാണ്? അവിടെ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അത് അവരുടെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഐക്യ ചർച്ചയിൽ തന്നെ മകനായ BJP-കാരനായ മകനെ അവിടുന്ന് ചർച്ച നടന്നിട്ടുമില്ല. ഐക്യത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ NSS-ന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നതാണ്. അത് ഉണ്ട്. ഞങ്ങൾക്കത് നല്ലവണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയം സമുദായം തമ്മിലുള്ളത് ഇത് ഇപ്പം തന്നെ ഞാൻ ചോദിച്ചത് പിന്നെ ഒരു വിഭാഗത്തിനെ മിണ്ടാതെ സൈലൻ്റായി നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഐക്യമല്ലേ ഈ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനല്ല. SNDP NSS ഐക്യം ആണ് ഉദ്ദേശിച്ചത്. അല്ല, മറ്റേ ഐക്യമൊന്നും ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. വേണ്ടെന്നുള്ളതല്ല, ഇപ്പം ഞങ്ങളത് ഉദ്ദേശിച്ചില്ല. ഒരേ സമയം സമുദായത്തിന്റെ നേതാവായി പ്രവർത്തിക്കുകയും മറുവശത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണല്ലോ തുഷാർ. അത് ശരിയാണെന്ന് തോന്നുന്നു. അല്ല, അത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. ഇന്നത്തെ പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മകൻ BJP-ക്കൊപ്പം നിൽക്കുന്നു, അച്ഛൻ CPM-നൊപ്പം LDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ടും ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയമില്ല നേരത്തെ. അത് അവരുടെ സ്വാതന്ത്ര്യം, അവർ നിന്നോട്ടെ. പക്ഷേ ഇത് ഞങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞോട്ടെ. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തിന് പ്രായം കൂടുതലുമുണ്ട്, പലരെയും പല വൃത്തികേടും പറയുന്നുണ്ട്. എന്നെയാണ് എന്തെല്ലാം പറഞ്ഞത്. സത്യത്തിൽ എന്നെ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ പറയരുതാത്ത രീതിയിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ള. പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ വിജയം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഇട്ട് കോഞ്ഞാട്ടാടുന്ന നാടൻ ഭാഷ എന്നെ കണ്ടപ്പോൾ അത് അദ്ദേഹത്തിനെ
പിന്നെ ഈ പറഞ്ഞ രീതിയിൽ തെറ്റാണ് എന്നൊന്ന് പറയേണ്ട ബാധ്യത ഒരു സഹോദര സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് വന്നു ചേർന്നു. ഞാനത് പറഞ്ഞു അതിപ്പോൾ ഐക്യത്തിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് വിധമങ്ങ് മാറി. അപ്പം നമ്മുടെ അനിയൻ പറഞ്ഞതുപോലെ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ തെറ്റുന്നത് തക്ക രീതിയിലേക്കാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിരുന്നു. നായർ സഹോദരങ്ങളൊന്നും സുകുമാരൻ നായരെ വെറുക്കരുത്. അതാണ് ഈ തന്ത്രപരമെന്ന് ഞാൻ പറഞ്ഞത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നായർ സഹോദരന്മാരൊക്കെ NSSനോട് കൂടി നിൽക്കുന്നവർ NSSനോട് കൂടി തന്നെയാണ്. ഈ ലോകത്തുള്ള നായന്മാർ മുഴുവൻ NSSകാരാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. NSS ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അതിനകത്തുള്ള അംഗങ്ങൾ അവരെന്നെ ഒന്നും മറുകത്തൊന്നും. അദ്ദേഹവും പറഞ്ഞത് ഈ നിലപാട് മാറ്റത്തിന് മുന്നിൽ ചില താല്പര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വന്നായിരുന്നു. പക്ഷെ അത് ഏതാ ചില താല്പര്യങ്ങൾ ആരുടെയോ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നും അദ്ദേഹവും ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു. എൻ്റെ രാഷ്ട്രീയം തീരുമാനത്തില് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പലരും പലതും കൂട്ടി എഴുതുന്നുണ്ട്. തലേ ദിവസം മറ്റോ ഇവിടെ ശ്രീരമ്പിള വന്നിച്ചു. ശ്രീരമ്പിള 2 ബുക്ക് തരാമെന്ന് അദ്ദേഹം എഴുതിയ ബുക്ക് തന്നു. അദ്ദേഹം സ്ഥാനത്തുനിന്നും പോയി അദ്ദേഹം ഇനി സ്വസ്ഥമായിട്ട് വക്കീലായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവാന്ന് പറയാനും കൂടെ വന്നു. അല്ലാതെ അതിനകത്ത് ഒരു ഇതുമില്ല. ഇവിടെ ജനറൽ സെക്രട്ടറി എടുത്ത തീരുമാനം ബോർഡിന് മുമ്പിൽ വെക്കുകയായിരുന്നില്ലേ? ജനറൽ സെക്രട്ടറി എടുത്ത തീരുമാനം ബോർഡിന് മുമ്പിൽ വെക്കുകയായിരുന്നില്ല ഐക്യത്തിൽ വേണ്ടായിരുന്നത്? ബോർഡിലുള്ള മുഴുവൻ പേരും അപ്പോൾ ഒരാളെ ഉള്ളൂ വരാതിരുന്നത്. അത് ഗണേഷ് കുമാർ അന്ന് ഇത് റിപ്പബ്ലിക് ഡേ സംബന്ധിച്ചുള്ള ഫ്ലാഗിൻ്റെ ഹോസ്റ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും പോകേണ്ടതുകൊണ്ട് ഞാൻ ലീവ് ലെറ്റർ തന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഐക്യം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി അവിടെ അവശേഷിക്കില്ല. അതിനെ എങ്ങനെയാണ് മറികടക്കുക? ഞാൻ എൻ്റെ സമുദായം ഞാൻ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ല, NSSന് വേണ്ടിയാണ്, നായർ സമുദായത്തിന് വേണ്ടിയാണ്. ഇല്ലേ? അത് മറ്റൊരു സമുദായത്തിന് ദോഷകരമാകരുത് എന്നുമുണ്ട്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അവർ ആലോചിക്കട്ടെ. ഇത്രയും ദിവസമായിട്ട് തുഷാർ വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന നടത്തുക അല്ലെങ്കിൽ നിശബ്ദമായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ആരെ? തുഷാർ വെള്ളാപ്പള്ളി ഈ ദിവസങ്ങളെല്ലാം ഒരു നിശബ്ദത പാലിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം വെള്ളാപ്പള്ളി നടേശനെ തുടർച്ചയായിട്ടുള്ള ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇന്നും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ പലതരത്തിലേക്ക് ഞങ്ങൾക്ക് അതിനൊന്നും കിട്ടുകയില്ല സാറേ, അങ്ങനെ വിചാരിക്കേണ്ട. ഞങ്ങളിവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും എല്ലാ മതങ്ങളും ഒരുപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബൈലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായ അടിസ്ഥാനമാണ്. അത് തെറ്റിച്ചിട്ട് ഒരു പരിപാടിയില്ല. SNDP NSS ഐക്യമാകുകയായിരുന്നെങ്കിൽ ഈ മൂല്യങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഞങ്ങളാവൂന്ന് കണ്ടീഷനാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ഇന്നത്തതിലുമുണ്ട് അദ്ദേഹം ചില ഭീഷണികളുണ്ട്. ചില അതെ, അപ്പം നമുക്കിപ്പോൾ ഇതിനൊന്നും കൂട്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപം കൂടുതൽ പറയാനുമില്ല. എല്ലാം ലീഗിനെതിരാണെന്നാണ് പുള്ളി പറഞ്ഞു വിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിനെതിരല്ല, ലീഗിനെ മാത്രമാണ് ഈ പറയുന്നതെന്നാണ് പറയുന്നത്. അതെന്തിനത്? ഞങ്ങൾ പറയുന്നത് ആരോടും എതിരിടാൻ പാടില്ലെന്ന്. എങ്ങനെ യോജിക്കും? ഇത് തമ്മിൽ എങ്ങനെ യോജിക്കും? പിന്നെ എങ്ങനെ ഐക്യം ഉണ്ടാവും? ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് താങ്കൾ പൂർണ്ണമായും ഈ ഐക്യത്തിന് അനുകൂലമായിരുന്നു. ഡയറക്ടർ ബോർഡിൽ വന്നപ്പോൾ ആയിരുന്നല്ലോ. അപ്പോൾ ഡയറക്ടർ ബോർഡിൽ
ആയിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ ഈ പച്ചല വെച്ച് ഊതുമല്ലോ. പച്ചല വെച്ച് ഊതത്തില്ലേ, ഊതി 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 വന്നപ്പോൾ ഇല തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ഒരു കണക്കിന് അത്രയും താമസം വന്നത് നന്നായിന്ന് എൻ്റെ അഭിപ്രായം. ഏത് കൂടിക്കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കോണ്ടാക്ട്സിനോ. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. അവർക്ക് അതിനപ്പുറത്തൊന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിൽ പ്രവർത്തിച്ചോട്ടെ, ഞാനതിന് തെറ്റും പറയുന്നില്ല. അവരുടെ നയങ്ങളനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ, ഞങ്ങളുടെ നയങ്ങളനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കാം. പക്ഷേ ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിത് വേണ്ടെന്ന്